ശ്രീ പ്രമോദ്, അവിടെ വലിയ ഒരു സമൂഹം തന്നെ അല്ലെങ്കിൽ ഒരു ജനസഞ്ചയം തന്നെ അദ്ദേഹത്തിനായി കാത്തിരുന്നു. മഹാമണ്ഡലേശ്വരായി അവരോധിക്കപ്പെട്ടതിന് ശേഷം പൂർവാശ്രമത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാനും അതുമാത്രമല്ല മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന നിമിഷം കൂടിയാണ്. അവിടെ നേരത്തെ ശ്രീ BN ഹസ്കർ പറഞ്ഞതുപോലെ ഒരു സംസ്ഥാന സർക്കാർ തന്നെ അതേ ചീഫ് ഗസ്റ്റായി കൊണ്ടുവരേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ അവഹേളിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് അതിൻ്റെ സംഘാടകർക്ക് ഓടേണ്ടി വന്നത്. അതായത് അവർ ഇവിടെ നിന്ന് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു. പിന്നീട് ഇതെല്ലാം തിരികെ മാറ്റുകയാണ് മറ്റൊരു ഓഡിറ്റോറിയത്തിലേക്ക്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ച് തൃശ്ശൂർകാരനാണ്, താങ്കൾക്ക് സാമൂഹിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ളവരുടെ വികാരം മനസ്സിലാക്കാൻ കഴിയും. ഇതിലെ ഹസ്കർ സാർ പറഞ്ഞ ഒരു കാര്യത്തിന് ആദ്യം ഒരു മറുപടി തന്നിട്ട് അങ്ങോട്ട് പോവാം. അദ്ദേഹം പറഞ്ഞു ഈ സന്യാസി വളരെ ലളിതമായതാണ്, അദ്ദേഹത്തിന് കോട്ടം തട്ടില്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ചോദ്യം ഇതിൽ അദ്ദേഹത്തോടുള്ള എന്താ വെച്ചാൽ, ഇവിടെ സർക്കാരുണ്ട്, സർക്കാരിൻ്റെ ഭരണമുണ്ട്, ദേവസ്വം മിനിസ്റ്ററുണ്ട്. ഇങ്ങനൊരു വിഷയമുണ്ടാകുമ്പോൾ ഉടനടി ഇടപെട്ട് ഇതിലെന്താണ് ഇങ്ങനെ ഉണ്ടായത്, അത് ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം ഈ ദേവസ്വം സെക്രട്ടറിമാർക്കും ദേവസ്വം ഭരണകർത്താക്കൾക്കും കൊടുക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഇവിടെ വന്നിരുന്ന് ഇത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം കടത്തുകയാണ് ഇതിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ സംസാര രീതിയിൽ തന്നെ ആ ചിരിയിൽ നിന്ന് മനസ്സിലാക്കാം ഇത് വെറുതെ ഒന്ന് പറയുക. അതായത് ഇത് സംഘപരിവാറിൻ്റെ ഉദ്ദേശമാണ്. ഇത് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് നിങ്ങൾ ചീഫ് ഗസ്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുവരണം, അദ്ദേഹത്തെ ആദരിക്കേണ്ട ആളാണ് എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങി? അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ നിങ്ങൾ അലങ്കോലപ്പെടുത്താൻ വേണ്ടി അവസാന മിനിറ്റ്, ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ കൃത്യമായിട്ടൊരു കാര്യം പറയാം, 18-ാം തീയതി ആദ്യം പറയുന്നു, പിന്നെ 19, വീണ്ടും 18, വീണ്ടും 19. ഇതെല്ലാം ചെയ്ത കൊച്ചിൻ ദേവസ്വം ബോർഡ് ചെയ്ത നടപടി നിങ്ങൾക്ക് ഇപ്പോഴും കൊച്ചിൻ ദേവസ്വം ബോർഡിനെ തള്ളി പറയാൻ പറ്റുന്നില്ല. വിജി സാറ് പറഞ്ഞ പോലെ ഇതിൽ ദേവസ്വത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ലെഫ്റ്റ് ചിന്താഗതി നിരീശ്വരവാദികളുടെ ഒരു കൂട്ടമാണ് ഇതിൻ്റെ പിന്നിൽ മുഴുവൻ. അത് എന്നും ഹിന്ദുക്കളുടെ മെക്കെട്ടേക്ക്, ഹിന്ദുക്കളുടെ മേലെ കുതിര കയറാൻ മാത്രം. ഇതൊരു മുസ്ലിം സമുദായത്തിൻ്റെയോ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയോ ഒരു പുരോഹിതനാണ് വരുന്നതെങ്കിൽ ഇതൊരിക്കലും ഉണ്ടാവില്ല. കാരണം അവിടെ ഇതായിരിക്കില്ല അവർക്കുള്ള മറുപടി. ഹിന്ദുക്കളെന്നും സോഫ്റ്റാണ്, ഹിന്ദുക്കളെന്നും പെട്ടെന്ന് മറന്നു പോകുന്നു. ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് ഹിന്ദുക്കളുടെ മെക്കെട്ടിക്ക് വരുന്നത്. ഇപ്പോൾ വളരെ ഇതോടുകൂടി പറഞ്ഞു, തൃശ്ശൂര് വടക്കുന്നാഥൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ബെല്ലി ഡാൻസും അതുപോലെ തന്നെ ഫാഷൻ ഷോവും ഒക്കെ നടത്തിയവരവര് ഈ പറയുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡും ഈ തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കുന്ന LDFും വ്യാപാരി സമൂഹവും കൂടി ചേർന്ന് ഇവിടെ ഫാഷൻ ഷോവും ബെല്ലി ഡാൻസും നടത്തി അമ്പലപ്പറമ്പിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിനൊന്നും അവർക്കൊരു കുഴപ്പമില്ല. ഇത് നേരത്തെ കൂട്ടി നിശ്ചയിച്ച് അനുവാദം മേടിച്ച് ഒരു പരിപാടി ഫിക്സ് ചെയ്യുന്നു. ശരി, കലശം വന്നു, ഒരു ദിവസം മുന്നോട്ടാക്കാൻ പറഞ്ഞു. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും പറയുന്നു 19-ാം തീയതി മതിയെന്ന്. അല്ലെങ്കിൽ ആദ്യമേ നിഷേധിക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ഒന്നും അതല്ല. ഇപ്പം തൃശ്ശൂർ പൂരം ഇതുപോലെ കലക്കി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിലും പറയാൻ പോണത്. ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ ഇതല്ല. അവസാനം വന്ന് പറയേണ്ട ഏതെങ്കിലും ഒരു തോറ്റ ആള് വന്ന് പറയും ഇത് അന്ന് ചെയ്ത പ്രവൃത്തി, അതിൽ ഹിന്ദുക്കളുടെ കുറച്ച് പേര് കൂടി ചേർന്ന് ഇതിൽ കള്ളത്തരം ചെയ്താണ്. ഇതുപോലെ പറയുന്ന പരിപാടികളാണ്. ഇപ്പൊ തൃശ്ശൂർ വടക്കുന്നാഥൻ ക്ഷേത്രത്തിന്റെ ഭരണസമിതി എന്താണ് അവരുടെ സൈലൻസ്? അവര് ശരിക്കും പറഞ്ഞാൽ മേഡം, നിങ്ങളിതിലെ തൃശ്ശൂര് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭരണകർത്താക്കളിൽ അവരുടെ ബോർഡിലുള്ള ആരെങ്കിലും ഒരാളെ വിളിക്കണമായിരുന്നു. നമുക്കറിയാൻ പറ്റുമായിരുന്നു എത്രത്തോളം മണ്ടന്മാരാണെന്ന്. ഇവരതൊന്നുമല്ല, ഇതൊക്കെ കൃത്യമായി രാഷ്ട്രീയ പ്രേരിതമായി. കാരണം തൃശ്ശൂർ ജില്ലയിൽ ഇതുപോലത്തെ പ്രവൃത്തികളാണ് ഈ പറയുന്ന ലെഫ്റ്റ് ഗവൺമെന്റിന് പറ്റുന്ന മണ്ടത്തരം. ഇപ്പോൾ നിങ്ങൾ സംഘപരിവാറിന്റെ വളർച്ച അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന BJP വളരുന്നു എന്ന് പറയുന്നത് നിങ്ങൾ കാണിക്കുന്ന ഈ മണ്ടത്തരങ്ങളാണ്. എന്തിനാണ് നിങ്ങൾ ഒരു ഹിന്ദു സമൂഹത്തിനെതിരെ, അവരുടെ ഒരു ആചാര്യനെതിരെ ഈ തരം പ്രവർത്തികൾ? ഇത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നേരത്തെ പറയാം. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം അനുവദിക്കുന്നു. അവസാന മിനിറ്റിൽ ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ വേണ്ടി മാത്രം ഇതങ്ങോട്ട്
എന്താ പറയുക പൊളിഞ്ഞു പോകട്ടെ എന്ന് വിചാരിച്ച് മാത്രം ചെയ്ത പ്രവൃത്തിയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് മാത്രമല്ല അമ്പല കമ്മിറ്റിയിൽ ശ്രീ കെ പ്രമോദ്, ഞാൻ ഒന്ന് ഇടപെട്ട് പറഞ്ഞുകൊള്ളട്ടെ. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് കോടതിക്ക് മുൻപാകെ സത്യവാങ്മൂലം നൽകിയപ്പോൾ ഇതേ കൊച്ചിൻ ദേവസ്വം ബോർഡാണ്, അതായത് ഞാൻ അത് പ്രത്യേകം വായിക്കാം, പൂരം പ്രത്യേക ക്ഷേത്രങ്ങളുടെയോ സാമുദായിക വിഭാഗങ്ങളുടെയോ വ്യക്തികളുടെയോ മാത്രം ആഘോഷമല്ല എന്നുള്ളൊരു നിലപാട് അവിടെ പറയുകയുണ്ടായി. ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് അന്ന് ഇടയാക്കിയതാണ്. നമുക്കറിയാം എത്രമാത്രം സത്യവാങ്മൂലത്തിൽ, അതായത് ആചാരങ്ങളെ ലംഘിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം അന്നത്തെ സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുമാത്രമല്ല, അവിടെയുള്ള ഈ ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ട് ഷോപ്പുകൾക്കടക്കം നൽകുന്ന ടെൻഡറുമായി ബന്ധപ്പെട്ട് വാടക വർധന നടപ്പാക്കാനാണ് എപ്പോഴും ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അത് മാറ്റാനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും തിരുവമ്പാടിയും പാറമേക്കാവും വഹിച്ചു കൊള്ളണം, അത് തങ്ങളുടെ ഉത്തരവാദിത്വമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് കീശയിലേക്ക് ഇങ്ങനെ പണം വന്നുകൊണ്ടിരിക്കണം, പക്ഷേ ബാക്കി കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ വിശ്വാസികൾ അങ്ങ് ചെയ്തു കൊള്ളണമെന്നുള്ള ഒരു മനോഭാവം. ഇതില് മേഡം പറഞ്ഞത് വളരെ കൃത്യമാണ്. അതായത് ജനങ്ങളിൽ നിന്ന് പണം വേണം. ഇപ്പൊ തൃശ്ശൂർ പൂരം ഇത് പല ഘടക പൂരങ്ങളും കൂടി അമ്പലവാസികൾ നടത്തിയിരുന്ന പൂരമാണ്. അത് തൃശ്ശൂരുകാരെ ഏറ്റെടുത്ത് തൃശ്ശൂർ പൂരമായി, നല്ലൊരു കാര്യം. പക്ഷെ ഇതിലൊരു വിഷയം എന്താ, എല്ലാ ഈ പറയുന്ന വടക്കുന്നാഥന്റെ അമ്പല കമ്മിറ്റി, തിരുവമ്പാടിയുടെ അമ്പല കമ്മിറ്റി, പാറമേക്കാവിന്റെ അമ്പല കമ്മിറ്റി, ഇതിലെല്ലാം കടന്നു കയറിയ കുറെ നിരീശ്വരവാദികൾ അവരുടെ തന്ത്രങ്ങൾ ഓരോന്ന് പയറ്റാണ്. തൃശ്ശൂർ പൂരത്തിന് മേഡത്തിന് അറിയുമെന്നറിയില്ല, ഒരു 2 വർഷം മുമ്പ് 3 വർഷം കറക്റ്റ് പറയുകയാണെങ്കിൽ മുമ്പ് പൂരത്തിന് മെസ്സിയുടെ ഫോട്ടോ വെച്ചവരാ. എന്നിട്ടൊരു കാരണം പറഞ്ഞത് എന്താ, അത് ഈ പറയുന്ന മെസ്സിയുടെ ഫോട്ടോ വെച്ച് ലോകകപ്പ് അർജന്റീന നേടിയന്, ഇന്ത്യ ലോകകപ്പ് നേടിയിരുന്നു MS ധോണിയുടെ കീഴിൽ. അക്കൊല്ലത്തെ പൂരത്തിന് ഇത് വെച്ചല്ലോ. ഇനി ശ്രീരാമനെ കഴിഞ്ഞ പ്രാവശ്യം വെച്ചതിനല്ലേ ഇവർക്ക് ഏറ്റവും വലിയ ഹിന്ദുക്കളുടെ പൂരമായിരുന്നു. അത് തൃശ്ശൂർ നഗരത്തിലെ എല്ലാ സമൂഹത്തിൽപ്പെട്ടവരും എല്ലാ എന്താ പറയുക ജാതിയിൽപ്പെട്ടവരും അത് ഏറ്റെടുത്ത് തൃശ്ശൂർ പൂരമാക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ തൃശ്ശൂർ പൂരത്തിന് പോലും ഇതുപോലത്തെ കടന്നുകയറ്റം. ഇനി മേഡം ഞാനിപ്പോൾ പറയുന്നു, നിങ്ങൾ എഴുതി വെച്ചോളൂ ഇന്നത്തെ ഡേറ്റ് വെച്ച്, ഈ പറയുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റുമതിൽ, അതായത് മെയിൻ ഇതിന് വിട്ടിട്ട് അതിൻ്റെ വടക്കുന്നാഥന്റെ ഗ്രൗണ്ടിന് ചുറ്റും കൃത്യമായിട്ട് ഒരു ഫെൻസിങ് എല്ലാം ഉണ്ടായിരുന്നു. അതിപ്പോ ഇവര് വാടക ഇനത്തിൽ കൊടുക്കാനുള്ള പരിപാടിയിൽ ഈ അഡ്വർടൈസ്മെന്റ് ബോർഡുകൾ വെക്കാൻ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് ബോർഡുകൾ വെക്കാൻ അനുവാദം കൊടുത്തിരിക്കുകയാണ് 5 കൊല്ലത്തേക്ക് മറ്റേ. ഇത് അമ്പലപ്പറമ്പിലെ ചുമരുകൾ പരസ്യത്തിനല്ല ഉപയോഗിക്കേണ്ടത്. ഇവിടുത്തെ ഹിന്ദു വിശ്വാസികളും ഹിന്ദു സംഘടനകളും, ഞാൻ വിജിസാറി ഇരിക്കുമ്പോൾ തന്നെ പറയുന്നു, ഹിന്ദു സംഘടനയിലും കൃത്യമായ ഇടപെട്ട് കൃത്യമായ ഫോളോ അപ്പ് വേണം. അത് വരാതെയാകുമ്പോഴാണ് ഹിന്ദുക്കളുടെ മേലെയുള്ള കടന്നുകയറ്റം. ദേവസ്വം ബോർഡിന്റെ ഒരു അമ്പലത്തിലും ഇപ്പോ കിങ്ഫിഷർ ആയിരുന്നു, അവരുടെ ഗ്രൂപ്പായിരുന്നു വിജയ് മല്ലയ, അദ്ദേഹമായിരുന്നു എന്താ പറയാ നമ്മുടെ ശബരിമലയിൽ സ്വർണത്തിൻ്റെത് ഡൊണേറ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ പരസ്യം വെക്കാൻ സമ്മതിച്ചില്ലല്ലോ, ആ കോടതി പോലും ഇടപെട്ടില്ലേ. അതുപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഈ പരസ്യ ബോർഡുകൾ ഇതെന്തിനാണ് അമ്പലത്തിൽ പരസ്യ ബോർഡ്, അത് ആർക്ക് പൈസ ഉണ്ടാക്കാൻ? അതിലൊക്കെ കള്ളത്തരാ. അത് ഇവിടുത്തെ ഹിന്ദു സംഘടന മിണ്ടാണ്ടിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം പാറമേക്കാവ് ദേവസ്വത്തിലെ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടു. രാഷ്ട്രീയ പ്രേരിതമായിട്ട് ചെലവര് ചെയ്യുന്നു, ഞങ്ങൾ 20 കോടി നീക്കിയിരിപ്പുണ്ട്. ആ പറഞ്ഞതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. കാരണം 20 കോടി എന്ന് കേട്ടപ്പോൾ പിന്നെ അതിലേക്ക് കടന്നു കയറി കൈയിട്ട് വരാനുള്ള പരിപാടിയാ. അതിലേക്ക് നിൽക്കരുത്. ഞാൻ മനസ്സിലാക്കുന്നത് തിരുവമ്പാടി ദേവസ്വം അതിൻ്റെ സ്ഥലങ്ങൾ വാടകയ്ക്ക് കൊടുത്ത് ഈ രാഷ്ട്രീയക്കാരായ ചിലവരെ കടന്നു കയറി വാടകയ്ക്ക് കൊടുത്ത് വാടക കിട്ടാതെ അതിൽ 5 കോടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാടക കിട്ടാനുള്ളത്. അവരുടെ ഒരു ഓഡിറ്റോറിയ സമുച്ചയം വാടകയ്ക്ക് കൊടുത്ത് അതിലും കള്ളത്തരം, അതിലും രാഷ്ട്രീയം, എല്ലാത്തിലുമുണ്ട്. ഇതിൽ കടന്നുകയറ്റം നിർത്തേണ്ടത് ഇവിടുത്തെ മാത്രമല്ല, ഈ ആസ്തിയും മൂല്യവും സംബന്ധിച്ച് വളരെ രസകരമായ ഒരു വസ്തുത കൂടി ഉണ്ടായിട്ടുണ്ട്. ശ്രീ പ്രമോദ്, നമ്മുടെ ഒരു സ്വകാര്യ ചാനൽ ഫയൽ ചെയ്ത ഒരു ഹർജിയിൽ ഇത്തരത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെയൊക്കെ ആസ്തി വെളിപ്പെടുത്തിയാൽ അത് അവിടുത്തെ സുരക്ഷയെ തന്നെ ബാധിക്കും എന്നാണ് കോടതിക്ക് മുൻപാകെ ദേവസ്വം ബോർഡ് നൽകിയ സത്യവാങ്മൂലം എന്ന് പറയുന്നത്. ആസ്തിയൊന്നും വെളിപ്പെടുത്താതെ ഇതിങ്ങനെ മൂടി വെച്ച് കൊണ്ടുപോകാം എന്നുള്ള ഉദ്ദേശം.